നമസ്കാരം. ഈസ്റ്റർ, വിഷു എന്നിവയോടനുബന്ധിച്ചുകൊണ്ട് സംസ്ഥാനത്തെ എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും ഈ ഏപ്രിൽ മാസം വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ആനുകൂല്യങ്ങളുടെ വിശദവിവരങ്ങളാണ് ഈ അപ്ഡേറ്റിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് കാണുക. അതോടൊപ്പം ഈ അപ്ഡേറ്റ് നിങ്ങൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക. അതിലേറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട അറിയിപ്പ് എന്ന് പറയുന്നത് സംസ്ഥാനത്ത് സപ്ലൈകോയുടെ വിഷു ഈസ്റ്റർ ഫെയറിന് ഇപ്പോൾ ഏപ്രിൽ മാസം 19 വരെയാണ് ഫെയർ സംഘടിപ്പിക്കുന്നത്. സംസ്ഥാനത്ത് വിഷു ഈസ്റ്റർ ഫെയർ തുടങ്ങിയതിന് പിന്നാലെ റേഷൻ കാർഡ് ഉടമകൾക്ക് ലഭിക്കുന്ന 5 സബ്സിഡി സാധനങ്ങളുടെ വില സപ്ലൈകോ ഇന്നു മുതൽ കുറച്ചിരിക്കുകയാണ്. തുവരപ്പരിപ്പ്, മുളക്, കടല, ഉഴുന്ന്, വൻപയർ എന്നീ സബ്സിഡി സാധനങ്ങൾക്കാണ് ഇന്നു മുതൽ വില കുറയുക. 1 കിലോഗ്രാം വൻകടല, വൻപയർ എന്നിവയ്ക്ക് 4 രൂപയും ഉഴുന്നിന് 5 രൂപയും തുവരപ്പരിപ്പിന് 10 രൂപയും 1/2 കിലോ മുളകിന് 10 രൂപ 50 പൈസയുമാണ് കുറയുന്നത്. കാർഡ് ഉടമകൾക്ക് ലഭിക്കുന്ന 13 ഇനം സബ്സിഡി സാധനങ്ങളുടെ പുതിയ വിലയും അവയ്ക്ക് നിലവിലുള്ള വിപണി വിലയും ഇനി പറയുന്ന രീതിയിലാണുള്ളത്. വൻകടല 1 കിലോഗ്രാമിന് 65 രൂപയാണ്, വിപണിയിലാകട്ടെ 110 രൂപയുണ്ട്. ചെറുപയർ 90 രൂപയാണ്, വിപണിയിൽ 126 രൂപ നൽകണം. വൻപയർ സപ്ലൈകോയിൽ സബ്സിഡി നിരക്കിൽ 75 രൂപയ്ക്ക് ലഭിക്കുമ്പോൾ വിപണിയിൽ 109 രൂപ നൽകണം. തുവരപ്പരിപ്പിന് 105 രൂപയാണ്, വിപണിയിൽ 139 രൂപ നൽകണം. പഞ്ചസാര 34 രൂപ 65 പൈസയ്ക്ക് ലഭിക്കുന്നതാണ്, പൊതുവിപണിയിൽ 45 രൂപ നൽകണം. ജയ അരി 33 രൂപ നിരക്കിലാണ് ലഭിക്കുക, അതിന് വിപണിയിൽ 47 രൂപ നൽകണം. കുറുവ അരിയും 33 രൂപയ്ക്ക് ലഭിക്കും, വിപണിയിൽ 46 രൂപ മുതലാണ് വിലയുള്ളത്. മട്ടയരി 33 രൂപയ്ക്ക് ലഭിക്കുമ്പോൾ പുറം വിപണിയിലാകട്ടെ 51 രൂപയാണ് വില വരുന്നത്. പച്ചരി 29 രൂപയ്ക്ക് സബ്സിഡി വിലയിൽ ലഭിക്കുമ്പോൾ വിപണിയിൽ 42 രൂപ നൽകണം. മുളക് 1/2 കിലോഗ്രാം 57 രൂപ 75 പൈസയ്ക്ക് ലഭിക്കുമ്പോൾ വിപണി വില 92 രൂപയാണ് വരുന്നത്. മല്ലി 1/2 കിലോ 40 രൂപ 95 പൈസയാണ് വില, വിപണിയിൽ ഇതിന് 600 രൂപയോളം നൽകേണ്ടതായിട്ടുണ്ട്. വെളിച്ചെണ്ണ 1 ലിറ്ററിന് പാക്കറ്റിന് അതിൽ 1/2 മില്ലി ലിറ്ററിന് സബ്സിഡിയും 1/2 മില്ലി ലിറ്ററിന് നോൺ സബ്സിഡിയും എന്ന രീതിയിലാണ് വില വരിക. അതൊരു പാക്കറ്റിന് 240 രൂപ 45 പൈസയാണുള്ളത്, വിപണിയിൽ 290 രൂപയോളം വിലയുണ്ട്. ഇത് കൂടാതെ മറ്റ് നിത്യോപയോഗ സാധനങ്ങൾക്കും ശബരി ഉൽപ്പന്നങ്ങൾക്കും 40% വരെയൊക്കെ വിലക്കുറവ് ഉണ്ട്. എല്ലാ താലൂക്കുകളിലും ഒരു പ്രധാന സപ്ലൈകോ വിൽപ്പനശാലയാണ് ഈസ്റ്റർ, വിഷു ഫെയർ ആയിട്ട് പ്രവർത്തിക്കുന്നത്. വിഷു, ദുഃഖവെള്ളി എന്നീ ദിവസങ്ങൾ ഫെയർ ഉണ്ടായിരിക്കുന്നതല്ല. സപ്ലൈകോയുടെ കൂടാതെ തന്നെ കൺസ്യൂമർ ഫെഡ് മുഖേനയുള്ള സഹകരണ വകുപ്പിന്റെ വിഷു ഈസ്റ്റർ സബ്സിഡി ചന്തകളും ആരംഭിച്ചിട്ടുണ്ട്. ഏപ്രിൽ 12 മുതൽ 21 വരെയാണ് തുടർച്ചയായിട്ട് 10 ദിവസം ഈസ്റ്റർ, വിഷു ചന്തകൾ പ്രവർത്തിക്കുക. പൊതുമാർക്കറ്റിനേക്കാൾ 4% വരെ വിലക്കുറവിൽ നിത്യോപയോഗ സാധനങ്ങൾ ലഭ്യമാകും. ഇതിനു പുറമെ 13 നിത്യോപയോഗ സാധനങ്ങളുള്ള ജയ അരി, കുറുവ അരി, മട്ടയരി, പച്ചരി, പഞ്ചസാര, ഉഴുന്ന്, ചെറുപയർ, കടല, തുവരപ്പരിപ്പ്, വൻപയർ, മുളക്, മല്ലി, വെളിച്ചെണ്ണ എന്നീ 13 ഇനങ്ങൾ സർക്കാർ സബ്സിഡിയോടുകൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ നോൺ സബ്സിഡി വിഭാഗങ്ങൾ, അവശ്യ നിത്യോപയോഗ സാധനങ്ങൾ, സ്കൂൾ സ്റ്റേഷനറികൾ, നോട്ട്ബുക്കുകൾ എന്നിവയൊക്കെ തന്നെ 10% മുതൽ 35% വരെ വിലക്കുറവിൽ ലഭ്യമാകും. കൺസ്യൂമർ ഫെഡിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ത്രിവേണി സൂപ്പർ മാർക്കറ്റുകളും 14 ജില്ലാ കേന്ദ്രങ്ങളിലെ വിൽപ്പനശാലകളും ഉൾപ്പെടുത്തി 170 വിപണന കേന്ദ്രങ്ങളാണ് സഹകരണ വകുപ്പ് സജ്ജമാക്കുന്നത്. ഏപ്രിൽ മാസത്തിലെ റേഷൻ വിതരണം സംസ്ഥാനത്ത് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മഞ്ഞ റേഷൻ കാർഡിന് 30 കിലോ അരിയും 3 കിലോ ഗോതമ്പും സൗജന്യമായിട്ട് ലഭിക്കും. 2 പാക്കറ്റ് ആട്ട 7 രൂപയ്ക്കും 1 കിലോ പഞ്ചസാര 27 രൂപയ്ക്കും ലഭിക്കുന്നതാണ്. പിങ്ക് കാർഡിന് പതിവ് പോലെ തന്നെ ഓരോ അംഗത്തിനും 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും സൗജന്യമായിട്ട് ലഭിക്കും. ഗോതമ്പിന്റെ അളവിൽ നിന്ന് 3 കിലോ കുറച്ച് 3 പാക്കറ്റ് ആട്ട 9 രൂപയ്ക്കും ലഭിക്കുന്നതാണ്. നീല കാർഡിലെ ഓരോ അംഗത്തിനും 2 കിലോ അരി 4 രൂപ നിരക്കിൽ ലഭിക്കും. നീല കാർഡിന് ഏപ്രിൽ മാസത്തിൽ 3 കിലോ അധിക അരി കിലോഗ്രാമിന് 10 രൂപ 90 പൈസ നിരക്കിലായിരിക്കും ലഭിക്കുക. വെള്ള റേഷൻ കാർഡിന് ഏപ്രിൽ മാസത്തിൽ 6 കിലോ അരി അത് 10 രൂപ 90 പൈസ നിരക്കിൽ ലഭിക്കുന്നതാണ്. വിഷു, ഈസ്റ്റർ പ്രമാണിച്ച് എല്ലാ പൊതുജനങ്ങൾക്കും ലഭിക്കുന്ന പ്രധാനപ്പെട്ട ആനുകൂല്യങ്ങൾ സംബന്ധിച്ച ഈ അപ്ഡേറ്റ് നിങ്ങൾ എല്ലാവരിലേക്കും മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യുക. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ അമർത്തുക.